ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്കിൽ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തവണയും അട്ടിമറികൾ നടത്തി ഭരണം നിലനിർത്താനാണ് LDF ശ്രമമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിജ്ഞാപനമോ വോട്ടർ പട്ടികയോ പ്രസിദ്ധീകരിക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ലെന്നും സഹകരണ വകുപ്പിന്റെ ഒരു ചട്ടവും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് LDFന്റെ ആലോചനയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തവണയും അട്ടിമറി നടത്തി ഭരണം നിലനിർത്താൻ LDF ശ്രമം ആരംഭിച്ചതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഫെബ്രുവരി 23-ന് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കും. ഫെബ്രുവരി 16-ന് തെരഞ്ഞെടുപ്പ് നടത്താനാണ് LDFന്റെ തീരുമാനം. എന്നാൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനോ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനോ ഭരണസമിതി തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പിന്റെ ഒരു ചട്ടവും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് LDFന്റെ ആലോചന. സംസ്ഥാന ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് UDF ഭരിച്ചിരുന്ന ഈ ബാങ്ക് കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്തത്. മെമ്പർഷിപ്പ് രേഖകൾ നഷ്ടപ്പെട്ടതായി പറഞ്ഞ് അസിസ്റ്റന്റ് രജിസ്ട്രാറെ കൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. 8000-ലധികം മെമ്പർമാരുണ്ടായിരുന്ന ബാങ്കിൽ 1000-ൽ താഴെ UDF മെമ്പർമാർക്ക് മാത്രമാണ് ID കാർഡ് ലഭിച്ചത്. ഇതേ രീതി തന്നെ അവലംബിക്കാനാണ് ഇത്തവണയും LDF ശ്രമിക്കുന്നത്. രജിസ്റ്റേർഡ് ആയിട്ട് അപേക്ഷ അയച്ചാലും നിങ്ങൾക്ക് ID കാർഡ് ലഭിക്കേണ്ടതാണ്. ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകാരികൾ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അപേക്ഷ അയച്ചു. ആ രജിസ്റ്റേർഡ് ഒക്കെ ബാങ്കിൽ നിന്ന് മടക്കി അയക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഭരണസമിതിയുടെയും CPMന്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് മാത്രമേ അതിനകത്ത് പറഞ്ഞുള്ളൂ. ഞങ്ങൾ ഇതിനെ ശക്തമായി നിയമപരമായി നേരിടും. ഒരു തരത്തിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. വേണ്ടി വന്നാൽ ബാങ്കിന്റെ മുന്നിൽ അനിശ്ചിതകാല മുന്നിലേക്ക് ഞങ്ങൾ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. ജില്ലയിൽ അതിഭീമമായ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിലൊന്നായി ബാലഗ്രാം ബാങ്ക് LDF ഭരണത്തിൽ മാറി. ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന വളക്കടകളും നീതി സ്റ്റോറും നിർത്തലാക്കി. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിലാണ് ബാങ്കെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ID കാർഡ് നൽകാൻ കൂട്ടാക്കാത്ത ബാങ്ക് ഭരണസമിതിയുടെ നീക്കം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് നേതാക്കളായ മുകേഷ് മോഹനൻ, G മുരളീധരൻ, CS യശോധരൻ, സന്തോഷ് അമ്പിളിവിലാസം, ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ, KG സണ്ണി, PT ശശിധരൻ, അജി മക്കുള്ളിൽ, ജയപ്രകാശ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.